വല്ലാത്തൊരു കുരുത്തം കെട്ട ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത്തരം സംഗതികളൊന്നും മേടിക്കാൻ പറ്റാത്ത ആളുകളുടെ ചില ഹിക്കുമത്തുകളുണ്ട്, അതും നമ്മൾ തിരിച്ചറിയണം. കേരളത്തിൽ വ്യാപകമായി മേടിക്കാൻ കിട്ടുന്ന ഒരു പശ, അതിൻ്റെ പേരോ സൂചനയോ നിറം പോലുമോ ഞാൻ പറയില്ല, കാരണം എന്നെ കേൾക്കുന്ന കുറേ ചെറുപ്പക്കാരുണ്ട്. കേരളത്തിൽ വ്യാപകമായി ലഭിക്കുന്ന ഒരു പശ, ഒരു ഗം, അത് പോളിത്തീൻ കവറിലേക്ക്, പ്ലാസ്റ്റിക് കവറിലേക്ക് ഇറ്റിച്ച് ഒന്നിങ്ങനെ ഉരസി ചൂടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ മൂക്കിനോട് പിടിച്ചാൽ തന്നെ സ്വപ്നം കാണൽ തുടങ്ങും. ഒരു സ്കൂൾ വിട്ടിട്ടും കുറേ കുട്ടികൾ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ചില ചെറുപ്പക്കാർ പോയി നോക്കി. നമ്മുടെ ജില്ലയിൽ, ഏകദേശം നമ്മുടെ അടുത്ത്. അപ്പോൾ കുറേ എണ്ണം മയങ്ങിക്കിടക്കുകയാണ്, കുറേ എണ്ണം അർദ്ധബോധത്തിലാണ്, കുറേ എണ്ണം വരെ കാണുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറും പിടിച്ച് ഓടുന്നത്. എന്തായിരുന്നു സംഭവം? ഒരു കുട്ടി അന്ന് ഈ ഗം വീട്ടിൽ നിന്ന് അടിച്ചുകൊണ്ട് കൊണ്ടുവന്നു, പ്ലാസ്റ്റിക്കിൻ്റെ കവറും കരുതി. അത് കവറിലേക്ക് ഇറ്റിച്ച് ചൂടാക്കി അവൻ അതിങ്ങനെ ആസ്വദിച്ച് സ്വപ്നം കാണൽ തുടങ്ങി. കുറേ ആളുകൾ അത് അനുകരിച്ചു. സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകാൻ കഴിയണില്ല, കാല് കയക്കുകയാണ്. കഫ് സിറപ്പുകൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഇന്ത്യയിൽ ആദ്യമായി ബലാത്സംഗം എന്ന് പേരുള്ളൊരു പ്രത്യേകമായ ഡ്രഗുണ്ട്. ആദ്യമായി അത് ഇന്ത്യയിൽ ഉപയോഗിച്ചത് കേരളത്തിലെ മുസ്ലിം പേരുള്ള തട്ടട്ട് വളർന്നൊരു പെൺകുട്ടിയാണെന്നതുകൂടെ നമ്മൾ അറിയണം. 2023 കഴിഞ്ഞ പ്രാവശ്യം 24 അത്തരം കേസുകൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. 24 പിടിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 500 നടന്നിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുക. ഈ സാധനം ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ബലാത്സംഗം ചെയ്താൽ പോലും അറിയില്ല എന്നാണ്. അതുകൊണ്ട് അതിന് അങ്ങനെ പേര് വന്നത്. ഇത്തരമൊരു കാലത്ത് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നീതിയുക്തരായിട്ട് നടത്തുക? എങ്ങനെയാണ് ദീനിന് ഉപകാരപ്രദമായ രീതിയിൽ വളർത്തുക? കുറേ എണ്ണത്തിനെ ഒഴിവാക്കി അവരൊന്നും നന്നാവില്ല എന്നുള്ള രീതിയിൽ മാറ്റിവെക്കുന്ന ഒരു ശൈലി ചില രക്ഷിതാക്കൾക്കുണ്ട്. അതാണോ നമ്മൾ ചെയ്യേണ്ടത്? നേരത്തെ പോലീസ് ഓഫീസർ പലപ്പോഴും പറഞ്ഞതുപോലെ, അതോ ചേർത്ത് നിർത്തണം? ചേർത്ത് നിർത്തുന്നതിൻ്റെ പരിധി എത്രയാണ്? എന്തുകൊണ്ടാണ് മദ്രസ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടും നമ്മുടെ മക്കൾ ഇவ்விധത്തിലേക്ക് അധോഗതി പ്രാപിക്കുന്നത്? ഇതൊക്കെ വിശാദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഓരോ പോയിൻറ്റും ഓരോ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയും ദൗർലഭ്യമൊക്കെ മാനിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരാ മക്കൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കാത്തത്? സഹജമായ അവശതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ചെറിയ പ്രായത്തിൽ തന്നെ മാരകമായ അസുഖങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും തൻ്റെ മകൾ തൻ്റെ ചേർത്ത് നിർത്തണമെന്ന്, കൂടെ നിൽക്കണമെന്ന് ഓരോ പിതാവും മാതാവും ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ തികച്ചും വിരുദ്ധമായി നമ്മൾ യൂറോപ്പിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ചെറുപ്പക്കാർ മൊത്തം. അവിടെ എന്തൊക്കെ തോന്നിയാസം നടക്കുന്നു, അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യങ്ങളായി വാരിപ്പുണരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. കുറേയേറെ പറയേണ്ട ഒരു സംഭവമാണത്. ഇപ്പോൾ കുടുംബജീവിതം, പലർക്കും അതിലൊരു താല്പര്യമേ ഇല്ല. കുടുംബജീവിതത്തിലൊരു താല്പര്യമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു 30% യുവതികൾക്ക് കല്യാണത്തിനോടൊരു താല്പര്യമില്ല. പിന്നെന്ത് ചെയ്യണം? അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതിന് പറ്റുന്ന ജോലി, അതിന് പറ്റുന്ന വിദ്യാഭ്യാസം. ഈ ജോലിക്കാലവും വിദ്യാഭ്യാസകാലവും പരമാവധിക്കപ്പുറം അടിച്ചു പൊളിക്കണം. അപ്പോൾ കുടുംബജീവിതം അതിനോടൊരു താല്പര്യമില്ല. അപ്പോൾ അവരുടെ ലൈംഗികമായ ചോദനകളോ അതൊക്കെ നിർവഹിക്കാനുള്ള നിരവധി മാർഗങ്ങൾ അവരുടെ മുമ്പിലുണ്ട്. കുടുംബമെന്നാൽ ഈ സമൂഹത്തിൻ്റെ അടിത്തറയാണെന്ന് നമുക്കറിയാം. സമൂഹത്തെ സമുദ്ധരിക്കുന്നത് കുടുംബമാണെന്ന് നമുക്കറിയാം. സമൂഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബമാണ്. കുടുംബത്തിൽ നിന്നാണ് സംസ്കരണം തുടങ്ങേണ്ടത്. കുടുംബജീവിതം, കുടുംബരംഗം, കുടുംബത്തിൻ്റെ അകത്തളം എത്രമേൽ സ്നേഹാർദ്രമാണോ അത്രയ്ക്ക് മക്കൾ നന്മയുള്ളവരാവുമെന്നാണ് പഠനങ്ങൾ. കേരളത്തിലുള്ള കുട്ടി ക്രൈമുകളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ, കുട്ടി ക്രിമിനലുകളെക്കുറിച്ച് പഠിച്ചാൽ, വീട്ടിൻ്റെ അകം വൃത്തികെട്ട രീതിയിൽ തീരെ സ്നേഹമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ശകാരവും പീഡനവുമായിരുന്നിടത്ത് വളർന്നു വരുന്നവരാണവർ.
സ്നേഹം കൊടുത്ത് വളർത്തുന്ന, മാതാവും പിതാവും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരൊറ്റ വീട്ടിൽ നിന്നും കുട്ടി ക്രിമിനലുകൾ രൂപപ്പെടുന്നില്ല. കുടുംബമെന്ന വിശുദ്ധമായ സംവിധാനത്തെ പോലും ഒരു താല്പര്യമില്ലാത്ത വിധം എഴുതിത്തള്ളിയാണ് പുതിയ തലമുറ ജീവിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, കുറേ ചെറുപ്പക്കാർ പെണ്ണിട്ടാതെ നടക്കുകയാണ്. പണ്ടൊക്കെ പെര നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ പെരയും പറമ്പും മഹലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളാണ്. എന്താ സംഭവം? ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണ് കാണൽ ചടങ്ങിന് പോലും സമ്മതം കിട്ടാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ കുറേ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നമുക്കറിയാം. വേറെ കുറേ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, എല്ലാ അർത്ഥത്തും ധാർമ്മിക ശുദ്ധമായ ജീവിതം നയിക്കുന്നവരും യോജിച്ച കല്യാണം ലഭ്യമല്ലാത്തതിനാൽ അങ്ങനെ തേരാപേരാ നടക്കുകയാണ് കേരളത്തിൽ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നതാണ്? രക്ഷിതാക്കൾ ആവശ്യപ്പെടുമ്പോൾ കല്യാണം നോക്കില്ലേ എന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ ആദ്യമേ അതിനെ ശക്തമായി എതിർക്കും. ഓരോ വർഷവും രക്ഷിതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഏതോ ഒരു നല്ല പയ്യനുണ്ട്, അവനൊന്നും ഒന്ന് കണ്ടുപോകട്ടെ, തൽക്കാലത്തേക്ക് അതിനെങ്കിലും സമ്മതിക്കുമെന്നൊക്കെ പറഞ്ഞ് കുടുംബവും വല്യമ്മയും മൂത്താപ്പിയും അമ്മൂനും ഒക്കെ കൂടെ വഴക്ക് പറയുമ്പോൾ അവരങ്ങനെ സമ്മതിക്കണ്. പക്ഷേ ആ ഒരു സ്റ്റെപ്പിൻ്റെ അപ്പുറം അത് മുന്നോട്ട് പോകില്ലേ. അവരുടെ വക ഇൻ്റർവ്യൂ വരും, ശക്തമായ ഇൻ്റർവ്യൂ നടത്തും ഈ സ്ത്രീകൾ, പെൺകുട്ടികൾ. നിങ്ങളെന്താ പഠിച്ചതെന്ന് ചോദിക്കും. ഡിഗ്രി ഫുള്ള് പാസ്സായെന്ന് ചോദിക്കും. ആ, ഫുള്ള് പാസ്സായി. ഏതായിരുന്നു ഡിഗ്രി? ഞാൻ സോഷ്യോളജി. അപ്പം ചിരിക്കുമായിരുന്നു, സോഷ്യോളജിയോ? നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് ചോദിച്ച പെൺകുട്ടിയുണ്ട്. ആ സാധു പയ്യൻ പറഞ്ഞു, നല്ല ജോലിയൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനാണ്. അവൻ പറഞ്ഞ് എനിക്ക് സ്കൂട്ടി ഓടിക്കാനറിയാം. അപ്പോൾ ആ പെണ്ണ് വായ പൊത്തിയിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ചോളൂ. എന്നിട്ട് അവൾ ബുള്ളറ്റ് ഓടിക്കണ വീഡിയോ കാണിച്ചു കൊടുത്തു ഓളെ ഫോണിൽ. ആ കല്യാണം മിസ്സായി, നടക്കൂല. ഓരോ കാരണം പറഞ്ഞ് കല്യാണം വെച്ച് നീട്ടുന്നത് കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പീഡനമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയേണ്ട ഒരു ദാർശനിക വേദിയല്ല ഇത്. ഫെമിനിസത്തെക്കുറിച്ചും നവലിബറലിസവും നവനാസ്തികതയും സമൂഹത്തിലുണ്ടാക്കുന്ന ദുസ്വാധീനങ്ങളെക്കുറിച്ചും അതൊന്നും അത്രമേൽ വിശദീകരിച്ച് പറയേണ്ട ഒരു വേദിയല്ല ഇത്. അത്തരം താത്വികമായ ഫിലോസഫിക്കലായ ഒരു അവതരണത്തിന് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. എന്നാലും ആരൊക്കെയോ പറഞ്ഞു കയറ്റിയിട്ട് നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു കുടുംബജീവിതം അതൊരു പീഡനമാണ്, അതൊരു പാരതന്ത്ര്യമാണ്. എവിടെ ജോലിക്ക് പോയാലും തിരക്കടില്ല. ജോലിക്ക് പോകുന്നിടത്ത് മാനേജറുടെ ഗ്ലാസ് കഴുകി വെച്ചാലും അദ്ദേഹം കഴിച്ചിട്ട ഭക്ഷ്യവസ്തുക്കളുടെ വേസ്റ്റ് കൊണ്ടുപോയിട്ടാലൊന്നും തിരക്കടില്ല, അതൊക്കെ സ്വാതന്ത്ര്യമാണ്. എന്നാൽ തനിക്ക് വേണ്ടി ജീവിക്കുന്ന ഭർത്താവിനോ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കൊടുത്താൽ അത് പാരതന്ത്ര്യമാണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. മദ്യത്തിൻ്റെ കാര്യം ഒരു വശത്ത്, കുടുംബജീവിതം താറുമാറാകുന്നത് മറുവശത്ത്.